ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത്തിരി ദിവസം വീഡിയോ എനിക്ക് ഇടാൻ കഴിയാത്തതുകൊണ്ട് എന്നെ ക്ഷമിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, ഇപ്പോൾ കല്യാണത്തിൻ്റെ ഇതിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എനിക്ക് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ലേനി. അപ്പോൾ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടോ, പിന്നെ ഇപ്പോഴും ഉണ്ട് കുറച്ച് റിലേറ്റീവ്സ് വീട്ടിലുണ്ട്. പിന്നെ കുറേ പേര് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഞാൻ ട്രൈ ചെയ്യുക ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഇനി ഇപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താ അറിയോ, മണ്ഡപ്പ് പറയുമ്പോൾ ഈ കല്യാണത്തിൻ്റെ സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അതിനിവിടെ മണ്ഡപ്പ് എന്നാണ് പറയാം. ഇവിടുത്തെ മണ്ഡപ്പം തന്നെ ഉണ്ടാക്കും, ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് മണ്ഡപ്പം ഉണ്ടാക്കുക. ബാമ്പു കൊണ്ട് തന്നെ 4 ഭാഗത്ത് ബാമ്പു കെട്ടിയിട്ട് അങ്ങനെ സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മണ്ഡപ്പം ഉണ്ടാക്കുക. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഏകദേശം വീടുകളിലൊക്കെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് കല്യാണം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗസ്റ്റ് ഹൗസിന് ചെയ്യുമ്പോൾ ഇവിടുത്തെ വീട്ടിലത്തെ മണ്ഡപ്പ് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി മണ്ഡപ്പം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ആ മണ്ഡപ്പനെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞതേ നിങ്ങൾക്ക് കാണാം എന്താ മണ്ഡപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കാണാം. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്താ പറയുക, വോയിസ് ഇല്ല. അപ്പം ഞാൻ മ്യൂസിക് ആഡ് ചെയ്ത്, കാരണം വോയിസ് സംഭവം എൻ്റെ മൈക്ക് എന്താണെന്ന് അറിയില്ല, വർക്ക് അന്നേരം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നിലും വോയിസ് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മ്യൂസിക് ആഡ് ചെയ്ത്, പിന്നെ എത്ര വോയിസ് കൊടുക്കാനാണ്, പിന്നെ എന്താണ്, അതുകൊണ്ട് നിങ്ങൾ മ്യൂസിക്കിൽ തന്നെ എൻജോയ് ചെയ്യണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യുന്നത്, കണ്ടാൽ തന്നെ എല്ലാം ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇനി അധികം നേരം വൈകിക്കാതെ കാണാം എങ്ങനെയുണ്ട് വീഡിയോ. ഇതിൽ കാണുന്നത് ഇതാണ് വെറ്റില, അരി, മഞ്ഞപ്പൊടി, പിന്നെ അടക്ക, പിന്നെ ഇതാണ് ഈ കയ്യിൽ കെട്ടുന്ന നൂല്.
അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ മണ്ടപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന്. പിന്നെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു പാക്കറ്റിൽ ഞങ്ങളിങ്ങനെ സാധനം നിറക്കുന്നില്ലേ, അത് ഇപ്പോഴത്തെ പ്രസാദമാണ് കേട്ടോ. ഈ പഞ്ചസാര കൊണ്ടാണ് അതുണ്ടാക്കൽ. അപ്പോൾ അതാണെങ്കിൽ പാക്കറ്റിൽ നിറച്ച് വെക്കും. എന്നിട്ട് ഈ വീട്ടിൽ വന്ന എല്ലാ ഗസ്റ്റ് ഉണ്ടാവുമല്ലോ, ഓർക്കും ഓരോ പാക്കറ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിറച്ചേക്കുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ഈ തിരക്ക് കാണുന്നില്ലേ, ചെറിയ പരിപാടിയാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരും, അയൽവാസികൾ പിന്നെ റിലേറ്റീവ്സൊക്കെ വന്ന് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പാട്ടൊക്കെ പാടും, ഡാൻസൊക്കെ കളിക്കും. ഇങ്ങനെയാണ് കേട്ടോ കല്യാണം കഴിയുന്നവരെ. അപ്പോൾ അങ്ങനെ ഈ മണ്ഡപ്പിലും ഇങ്ങനെ ഓരോരുത്തർ വന്ന് പുറത്തുനിന്ന് അയൽവാസികളൊക്കെ പിന്നെ വീട്ടിലത്തെ റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു. പിന്നെ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി പിന്നെ ചെണ്ടൊക്കെ കൊട്ടി അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എല്ലതും. ഇതിലിത്ര ഉള്ളൂ, ചെറുതായിട്ടാണ് മണ്ഡപം വരെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മണ്ഡപം ഉണ്ടാക്കുന്നവരെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഇനിയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ വെയിറ്റ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.